ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബയൺ മ്യൂണിക് വേഴ്സസ് റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ ഫസ്റ്റ് ലെഗ് മത്സരത്തെക്കുറിച്ചിട്ടാണ്. 2-2 എന്നുള്ള സമനിലയിലാണ് മത്സരം പിരിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1-ൽ നമ്മൾ ടോണി ക്രോസിനെ കുറിച്ചിട്ടാണ് കൂടുതലും സംസാരിച്ചിട്ടുള്ളത്. ബയൺ മ്യൂണിക്കിൻ്റെ ഭാഗത്തുനിന്ന് ഈ മത്സരം അവർ തുടങ്ങിയിട്ടുള്ള രീതി അബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ് ആയിരുന്നു. അബ്സല്യൂട്ട്ലി ബസിങ് ആയിരുന്നു ബയൺ മ്യൂണിക്ക്. അലയൻസ് അരീനയിലെ ആ ഒരു ക്രൗഡിന് മുമ്പിൽ അവർ ശരിക്കും ഹൈ എനർജി ആയിട്ട് ഹൈ ഒക്ടെയിൻ ഫുട്ബോളാണ് കളിക്കുന്നുണ്ടായിരുന്നത്. നല്ല രീതിയിൽ അവർ പൊസഷൻ വിൻ ചെയ്യുന്നു. അതായത് ആദ്യത്തെ ഒരു 15 മിനിറ്റ് ശരിക്കും റയൽ മാഡ്രിഡ് ബാക്ക് ഫുട്ടിലായിരുന്നു. അത് നമ്മൾ ഈ സിനിമ നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും റയൽ മാഡ്രിഡ് ആരാധകർ ഇരിക്കുന്നുണ്ടാവുക. കാരണം ഇതേ രീതിയിലുള്ള പല മത്സരത്തിൻ്റെ സ്റ്റാർട്ടുകൾ അവർ കണ്ടിട്ടുണ്ട്. പിന്നീട് മത്സരത്തിൽ കൺട്രോൾ റയൽ മാഡ്രിഡ് എടുക്കുന്നത് ഈവൻ ഓൺ ദ ബോൾ ആയിരിക്കില്ല, ചിലപ്പോൾ ഓഫ് ദ ബോൾ ആയിരിക്കും അവർ കൺട്രോൾ എടുക്കുന്നതൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മത്സരത്തിലും മികച്ച രീതിയിൽ ബയൺ മ്യൂണിക്ക് അങ്ങോട്ട് തുടരുകയാണ്. അതായത് വൺസ് അഗൈൻ റയലിനെതിരെ ഒപ്പോസിറ്റ് ടീം മികച്ച രീതിയിൽ സ്റ്റാർട്ട് നടത്തുന്നു. അപ്പോൾ ആ ഒരു ക്രൗഡിൻ്റെ എനർജിക്ക് മുമ്പിൽ ബയണിൻ്റെ മികച്ച രീതിയിലുള്ള തുടക്കം. അപ്പോൾ അതിൽ തന്നെ അവർ എത്ര തവണ പൊസഷൻ ടേൺ ഓവർ നടത്തി എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. ഒരുപാട് തവണ പൊസഷൻ ടേൺ ഓവർ നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. 4-5 തവണ പൊസഷൻ ടേൺ ഓവറുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ. അതായത് റയലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊസഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല മത്സരത്തിൻ്റെ തുടക്കത്തിൽ ഫസ്റ്റ് മിനിറ്റിൽ തന്നെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ലെറോയ് സാനയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രിവ്യൂവിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഗെറേറോ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ആ ഒരു ബയൺ മ്യൂണിക്ക് സൈഡിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഗെറേറോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പകരം ഗെറേറോ ആദ്യം പിന്നെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ആ ഒരു 11 പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടതെന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ സാനെ സ്റ്റാർട്ട് ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ മുസിയാല സ്റ്റാർട്ട് ചെയ്യുന്നു, 10 ആയിട്ട് തോമസ് മുള്ളർ സ്റ്റാർട്ട് ചെയ്യുന്നു, ഹാരി കെയ്ൻ ആ ഒരു സ്ട്രൈക്കറായിട്ട്. ഹാരി കെയ്ൻ്റെ കൂടെ തോമസ് മുള്ളർ കളിക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിവോട്ടിൽ ഡബിൾ പിവോട്ടിൽ ഗൊററ്റ്സ്കയും ലൈമറും തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. മൊസറാവി ലെഫ്റ്റിൽ, റൈറ്റിൽ കിമ്മിച്ച്, കിം RCB ആയിട്ട്, LCB ആയിട്ട് ഡയർ. ഈ കിമ്മിനെ സംബന്ധിച്ചിടത്തോളം യൂഷ്വലി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുക, അദ്ദേഹം RCB ആയിട്ടൊക്കെ കളിക്കുമെങ്കിലും യൂഷ്വലി അദ്ദേഹം ആ ഒരു LCB ആയിട്ടാണ് കളിക്കാറുള്ളത്. ഈ മത്സരത്തിൽ അദ്ദേഹം ആ ഒരു RCB ആയിട്ട് കളിക്കുന്നു. അപ്പോൾ ഇവർ 4ാം തവണ മാത്രമാണ് ഈ ഡയറും കിമ്മും കൂടിയിട്ടൊരു പാർട്ട്ണർഷിപ്പിൽ കളിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല ഇത് വൾണറബിൾ ആകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് നമ്മൾ പ്രിവ്യൂവിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് പിന്നീട് സംഭവിച്ചത്. മത്സരത്തിൽ നമുക്കറിയുന്നതാണ് കിമ്മിൻ്റെ വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ള മിസ്റ്റേക്കുകൾ ശരിക്കും ബയൺ മ്യൂണിക്കിന് പണി കൊടുക്കുന്നതാണ് ഈ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു ബയണിൻ്റെ ലൈനപ്പ്. നമ്മൾ റയലിൻ്റെ ലൈനപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള സർപ്രൈസ് ഒന്നുമില്ല. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ലുനിൻ കീപ്പറായിട്ട്, റൈറ്റ് സൈഡിൽ വാസ്കസ് സ്റ്റാർട്ട് ചെയ്യുന്നു, കാർവഹാൽ ആ ഒരു സസ്പെൻഷനിൽ ഇരിക്കുന്നുണ്ട്, ലെഫ്റ്റ് ബാക്കായിട്ട് മെൻഡി, നാച്ചോയും റുഡിഗറും സ്റ്റാർട്ട് ചെയ്യുന്നു, കമവിംഗ ബെഞ്ചിൽ, ചെമേനി ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ അദ്ദേഹത്തിൻ്റെ ഇടവും വലവുമായിട്ട് ക്രൂസും ഫെഡേ വാൽവർദയും ജൂഡ് ബെല്ലിങ്ങാമും വിനി ജൂനിയറും റോഡ്രിഗോയും സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിൽ തന്നെ വിനി ജൂനിയറുടെ പൊസിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നമ്പർ 9 പൊസിഷനിലായിരുന്നു അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നത്. തുടക്കത്തിൽ നമ്മൾ റോഡ്രിഗോ ആ ലെഫ്റ്റ് സൈഡിലായിരുന്നു കാണുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ലെഫ്റ്റ് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു നമ്മൾ സംസാരിച്ചുള്ള സംബോധനയാണ്. അതേ രീതിയിൽ തന്നെയാണ് റയൽ മാഡ്രിഡ് കളിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് കാർലോ അൻചെലോട്ടി അതിൽ മാറ്റം കൊണ്ടുവന്നായിരുന്നു സെക്കൻഡ് ഹാഫിൽ. അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ ബയണിൻ്റെ ഈ എക്സ്പ്ലോസീവായിട്ടുള്ള സ്റ്റാർട്ടിനെ കണ്ടെയ്ൻ ചെയ്യാൻ റയലിന് സാധിക്കുന്നില്ല. ഫസ്റ്റ് മിനിറ്റിൽ തന്നെ അവർക്ക് ലഭിച്ചിട്ടുള്ള ചാൻസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ അനായാസമായിട്ട് റയൽ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ജസ്റ്റ് പാസിംഗ് ലൈന് കട്ടിയാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നുണ്ടായിരുന്നത്. കാര്യമായിട്ട് പ്രസ്സൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അനായാസമായിട്ട് നോയർ ഗൊരറ്റ്സ്കയ്ക്ക് പാസ് കൊടുക്കുന്നു. ഗൊരറ്റ്സ്ക തൻ്റെ ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള മൊസറാവിയെ പിക്ക് ചെയ്യുന്നു. മൊസറാവി അതുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ആ ഒരു ലെഫ്റ്റ് ചാനലിലൂടെ. എന്നതിന് ശേഷം അദ്ദേഹം ആ ഒരു എഡ്ജ് ഓഫ് ദി ബോക്സിൽ നിൽക്കുന്ന ഹാരി കെയ്നെ പിക്ക് ചെയ്യാണ്. ഈസി പാസുകളാണ് അവിടെ സംഭവിക്കുന്നത്. ഹാരി കെയ്ൻ ഒരു ക്രിയേറ്റീവ് സ്ട്രൈക്കറാണ് നമുക്ക് എല്ലാവരും പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ആ ഒരു പാസ് ഉണ്ട്, ലെറോയ് സാനയെ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ റിലീസ് ചെയ്തിട്ടുള്ള പാസ് അബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ് ആണ്. വാസ്കസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ മൊസറാവിയിൽ കുറച്ച് അട്രാക്റ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാസ്കസിൻ്റെയും റുഡിഗറിൻ്റെയും ഇടയിൽ സ്പേസ് ഉള്ള ഒരു സാഹചര്യം നമ്മൾ കാണുന്നത്. ആ സ്പേസിലാണ് സാനെ നിൽക്കുന്നത്. അപ്പോൾ സാനെ ആ ഒരു പാസ് റിസീവ് ചെയ്യാണ് ഹാരി കെയ്ൻ എടുത്തത്. ബ്യൂട്ടിഫുൾ പാസ്. പക്ഷേ അവിടെ സാനയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എക്സ്ട്രാ ടച്ച് എടുക്കുകയാണ് ബോക്സിൽ. അതാണ് അവിടെ പിന്നെ ആ ഒരു ചാൻസ് ബയണിനെ സംബന്ധിച്ചിടത്തോളം മുങ്ങിപ്പോയതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം അദ്ദേഹം ആ ഒരു ടച്ച് എടുക്കുന്നതോട് കൂടിയിട്ട് ആംഗിൾ ഡിഫിക്കൽട്ട് ആകുന്നു. അങ്ങനെ പിന്നെ അദ്ദേഹം ആ ഒരു ഷോട്ട് അടിക്കുന്ന അവസാനം അത് ലുനിൻ മനോഹരമായിട്ട് സേവ് ചെയ്യുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. പക്ഷേ അത് ആ ഒരു ആംഗിൾ ലുനിനെ സംബന്ധിച്ചിടത്തോളം സേവബിൾ ആയിട്ടുള്ളൊരു ആംഗിളിലേക്ക് ബോൾ ലെറോയ് സാനെ കൊണ്ടുവന്നൊരു സാഹചര്യമാണ് അവിടെ കണ്ടത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് മിനിറ്റിൽ തന്നെ 40-45 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആദ്യത്തെ ചാൻസ് ബയൺ മ്യൂണിക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അവിടെ കൊണ്ടും തീരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 15 മിനിറ്റിൽ അവരിങ്ങനെ ടേൺ ഓവർ നടത്തുകയാണ്. അതിനിടയിൽ
ഒരു കോർണർ റയലിന് ബയണിന് ലഭിക്കുന്നു. ആ കോർണർ റീസൈക്കിൾ ചെയ്യാണ് ബയൺ മ്യൂണിക്കുന്നതിന് ശേഷം ഇത്തവണ റൈറ്റ് സൈഡിലാണ് സാനി നിൽക്കുന്നത്. അപ്പോൾ സാനി എന്നിട്ട് അവിടുന്ന് അനായാസമായിട്ട് റോഡ്രിഗോയൊക്കെ ഡ്രിബിൾ ചെയ്ത് പോയതിന് ശേഷം ഒരു ബാക്ക് ഫ്ലിക്ക് ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന കെയിന് കൊടുക്കുന്നു. കെയിൻ്റെ ഷോട്ട് നേരെ പിന്നെ ലുനിൻ്റെ കൈകളിലേക്ക് പോകുന്നൊരു സാഹചര്യം. അങ്ങനെ എക്സ്പ്ലോസീവായിട്ടുള്ള സ്റ്റാർട്ട് നമ്മൾ കാണുക. ചൊമേനി ബോൾ ഗിവ് അവേ ചെയ്യുന്നൊരു സാഹചര്യം. കിമ്മിലേക്കാണ് ബോൾ കൊടുക്കുന്നത്. അങ്ങനെ വൺസ് അഗെയിൻ ബയണിൻ്റെ മറ്റൊരു കൗണ്ടർ. ഇത്തവണയും കെയിൻ വളരെ ഡീപ്പായിട്ടാണ് കെയിൻ ആ ഒരു മിഡ് ഏരിയയിലാണ് അദ്ദേഹം ബോൾ റിസീവ് ചെയ്തത്. അതിനുശേഷം തൻ്റെ ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള സാനെ വൺസ് അഗെയിൻ അദ്ദേഹം പിക്ക് ചെയ്യുന്നു. സാനെ ഇത്തവണയും ബോക്സിലേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഷോട്ട്, ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഷോട്ട് ബാറിന് മുകളിലൂടെ പോകുന്ന ഒരു സാഹചര്യം. വൺസ് അഗെയിൻ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത് ബയണിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ മൊസറോയുടെ ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിലുള്ള ജൂഡിൻ്റെ അടുത്തുള്ള ഒരു ചാലഞ്ച്, ജൂഡിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു ബോൾ വിൻ ചെയ്യുന്നു. മൊസറോയി നല്ലൊരു ചാലഞ്ച് നടത്തിയതിന് ശേഷം ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ തന്നെയാണ് കെയിൻ നിൽക്കുന്നത്, സ്റ്റേഷൻ ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് ആ പ്രിവ്യൂവിൽ പറഞ്ഞ സംഭവമാണ് അദ്ദേഹം ആ ഒരു മിഡ് ഏരിയയിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ലുനിൻ കുറച്ച് കയറി നിൽക്കുന്നതെന്ന് കണ്ടിട്ടുള്ള ഹാരി കെയിൻ ആ ഒരു മിഡ് ഏരിയയിൽ നിന്ന് ഗോൾ കീപ്പറെ ക്യാച്ച് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ അത് ബാറിന് മുകളിലൂടെ ജസ്റ്റ് ഒരു 1 യാർഡ് മുകളിലൂടെ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. അത്തരത്തിൽ ബയൺ മ്യൂണിക്കിനെ ത്രട്ടൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വൺസ് അഗെയിൻ കിം മറ്റൊരു ഇൻ്റർസെപ്ഷൻ നടത്തുന്നു. ഇത്തവണ റൈറ്റ് സൈഡിലൂടെ ബയൺ മ്യൂണിക്ക് അറ്റാക്ക് നടത്തിയതിനു ശേഷം തോമസ് മുള്ളർ ബൈലൈൻ്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നു. മുസ്യാലയിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. മുസ്യാലയുടെ ഷോട്ട് ബാറിന് മുകളിലൂടെ പോവുകയാണ്. മുസ്യാലയെ ആ ഒരു സാഹചര്യത്തിൽ ആരും ക്ലോസ് ഡൗൺ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അപ്പം അങ്ങനെ നല്ല സ്റ്റാർട്ട് ബയൺ മ്യൂണിക്ക് നടത്തുന്നതിൻ്റെ ഇടയിൽ മൊത്തത്തിലുള്ള ഗതിയെ മാറ്റുന്ന തരത്തിലുള്ള ആ ഒരു ഗോൾ അവിടെ പിറക്കുന്നത്, വിനി ജൂനിയറിൻ്റെ ഗോൾ പിറക്കുന്നത്. ടോണി ക്രോസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 23ാമത്തെ മിനിറ്റിലാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് റയലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലതവണ സംസാരിച്ചിരുന്ന സംഭവമാണ്. അതായത് അവർ ബാക്ക് ഫുട്ടിലാണ് എന്ന് കരുതുന്ന സാഹചര്യത്തിൽ ഒരു മൊമെൻറ്റ് ഓഫ് മാജിക്കിൽ അവർ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇത് ഈ കോമ്പറ്റീഷനിൽ നമ്മൾ പല തവണ കണ്ട് മടുത്തൊരു സംഭവമാണ്. അത് വീണ്ടും സംഭവിച്ചിരിക്കുകയാണ്. ഗോളിനെ കുറിച്ച് ഫസ്റ്റ് പാർട്ടിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ടോണി ക്രോസ് എന്ന് പറയുന്ന മജീഷ്യനെ കുറിച്ചും നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ സംസാരിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കണ്ടു നോക്കൂ. അങ്ങനെ പിന്നീട് നമ്മൾ ബയണിനെ സംബന്ധിച്ചിടത്തോളം അവർ മത്സരത്തിൽ നിന്ന് മെല്ലെ അവരുടെ ആ ഒരു തുടക്കത്തിൽ കാണിച്ച ഇൻറ്റൻസിറ്റിയിലുള്ള ഒരു കുറവ് നമ്മൾ കാണുന്നു. കാരണം എന്ന് വെച്ചാൽ ഗോൾ ഒബ്വിയസ്ലി മത്സരത്തിൻ്റെ ഗതിയെ മാറ്റും എന്നുള്ളത് നമുക്കറിയുന്നതാണ്. പിന്നെ കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് രണ്ട് സൈഡുകളും ക്രിയേറ്റ് ചെയ്യുന്നില്ല. റയലാണെങ്കിൽ പിന്നെന്താണ് ആ ഒരു ലീഡ് അവർക്ക് അലയൻസ് അരേനയിൽ കിട്ടി. ബയൺ ആണെങ്കിൽ ആ ഒരു ഗോൾ എങ്ങനെ വന്നു എന്നുള്ളത് അവർക്ക് പിന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ കുറച്ച് നേരം പിന്നീട് കളിക്കുന്നുണ്ടായിരുന്നു. ശരിയാണ്, അവിടെ കിമ്മിൻജയുടെ ആ ഒരു മാസീവ് ആ ഒരു കോൺസെൻട്രേഷനിൽ പറ്റിയിട്ടുള്ള എറർ, അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ പറ്റിയിട്ടുള്ള എറർ, അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റിൽ പറ്റിയിട്ടുള്ള എറർ, അത് അവർക്ക് പണി കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഹാഫിലാണ് 1-2 സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. മുസ്യാലയെ ആ ഒരു എഡ്ജ് ഓഫ് ദ ബോക്സിൽ ഫൗൾ ചെയ്യുന്നു. ഹാരി കെയിൻ്റെ ഒരു ഫ്രീ കിക്ക്, അത് അദ്ദേഹം സൈഡിലേക്ക് അടിച്ച് കളയുന്ന ഒരു സാഹചര്യം. നല്ല ഫോഴ്സിന് അടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സൈഡിലേക്ക് പോകുന്നു. പിന്നെ അപ്പുറത്താണെങ്കിൽ റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ബോൾ, ലുനിൻ്റെ ഒരു ലോങ് ബോൾ കൊടുക്കുന്നു. അതിൽ ഒരു ഫ്ലിക്ക് റയൽ നടത്തുന്നു. അത് ജൂഡ് ബെല്ലിംഗാം അപ്പോഴേക്കും ബോക്സിലേക്ക് റണ്ണ് നടത്തുന്നുണ്ട്. മൊസറോയി വന്നിട്ട് അദ്ദേഹം ബോക്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ ഒരു എഡ്ജിൽ വെച്ചിട്ട് അദ്ദേഹത്തെ ഫൗൾ ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ വെച്ചിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഒരു ഫ്രീ കിക്ക് റയലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നും കാര്യമായിട്ടൊന്നും അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ഹാഫിലെ സംഭവ വികാസങ്ങൾ. അപ്പോൾ എന്താണ് ആ ഒരു ഗോളിന് ശേഷം പിന്നെ മെല്ലെ റയൽ മത്സരത്തിൽ കുറച്ച് കണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു. ബയൺ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹാഫിലെ സ്റ്റാറ്റ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ 8 അറ്റംപ്റ്റുകൾ ബയൺ മ്യൂണിക്ക് നടത്തിയപ്പോൾ 2 അവർക്ക് അതിൽ ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു. റയലിനെ സംബന്ധിച്ചോളം 3 അറ്റംപ്റ്റുകൾ അവർ നടത്തിയിട്ടുള്ളൂ. അതിൽ 1 ടാർഗറ്റിലേക്ക് അടിച്ചു, അത് ഒരു ഗോളാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. റയലിനെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞല്ലോ, മത്സരത്തിന് ആദ്യത്തെ 15 മിനിറ്റിൽ ഒരുപാട് സിറ്റുവേഷൻസ് അവർ കൺസിഡർ ചെയ്തെങ്കിലും XG നോക്കുമ്പോൾ ഒരുപാട് പിന്നെന്താ പറയുക, ക്ലിയർ കട്ട് ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസ് അവർ കൺസിഡർ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നല്ല സിറ്റുവേഷൻസ് മുതലാക്കാൻ പിന്നെ ബയണിന് സാധിച്ചില്ല എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. 0.5 മാത്രമേ XG അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ബയൺ മ്യൂണിക്ക് ഫസ്റ്റ് ഹാഫിൽ. 0.68 ആയിരുന്നു റയലിൻ്റെ XG ഉണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. സെക്കൻഡ് ഹാഫിൽ ഈ ഗൊരറ്റ്സ്ക മോശമില്ലാത്ത രീതിയിലാണ് ഫസ്റ്റ് ഹാഫിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടാക്ടിക്കലി ചേഞ്ച് വരുത്താനായിട്ട് ഗൊരറ്റ്സ്കയെ പിൻവലിക്കുകയാണ് തോമസ് തുഖേൽ. അപ്പോൾ തോമസ് തുഖേലിൻ്റെ ഇൻ ഗെയിം കാൽക്കുലേഷൻസും ഇൻ ഗെയിം ചേഞ്ചസുമാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം അത്തരത്തിലുള്ളൊരു മാനേജറാണ് ചങ്ങായി. ഒരു മത്സരത്തിൻ്റെ ഗതിയെ എങ്ങനെ മാറ്റണം എന്നുള്ളത് മത്സരത്തിനിടയിൽ തന്നെ അത്തരത്തിൽ ചേഞ്ചസ് വരുത്താൻ കഴിവുള്ള, ടാക്ടിക്കലി ചേഞ്ചസ് വരുത്താൻ കഴിവുള്ള തരത്തിലുള്ള ഒരു ഇൻ്റലിജൻറ്റ് മാനേജറാണ് തോമസ് തുഖേൽ. അങ്ങനെ അദ്ദേഹം ഗരേറയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, മിഡ്ഫീൽഡിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയാണ്. എന്തിനാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നു എന്നുള്ളത് ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ പാസിംഗ് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫ് ദ ബോൾ റണ്ണ്
വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് റയലിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം സാനയെയും മുസിയാലയും സ്വിച്ച് ചെയ്തു. അപ്പോൾ മുസിയാലയെ പിടിച്ച് ലെഫ്റ്റിലേക്ക് നീക്കുകയും സാനയെ പിടിച്ച് റൈറ്റിലേക്ക് നീക്കുകയും ചെയ്തു. ഈ സാനയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമുക്കറിയാം ഈ സീസണിൽ കാര്യമായിട്ട് ലെഫ്റ്റിൽ കളിക്കുമ്പോൾ അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയുന്നതാണ്. പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തെ ഈ മത്സരത്തിൽ തുടക്കത്തിൽ ലെഫ്റ്റിലാണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് തോമസ് തുഖേൽ. ഇനി എന്താണ്, അത് സ്വിച്ച് ചെയ്തതോട് കൂടിയിട്ട് ഒരു ഡിഫറെൻറ്റ് പ്രോബ്ലമാണ് റയലിനെ സംബന്ധിച്ചോളം. പ്രത്യേകിച്ച് വാസ്കസും മുസിയാലയും തമ്മിലുള്ള ഒരു ബാറ്റിൽ വരികയാണ്. അതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ മെൻഡിയും സാനയും തമ്മിലുള്ള ഒരു ബാറ്റിൽ വരികയാണ്. അപ്പോൾ ഇതിനെ തടയാനായിട്ട് കാർലോ അൻചെലോട്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ, ലെഫ്റ്റിലായിരുന്നല്ലോ റോഡ്രിഗോ കളിക്കുന്നുണ്ടായിരുന്നു, റോഡ്രിഗോയെ റൈറ്റിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ വാസ്കസിന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട്, പ്രത്യേകിച്ച് ഡിഫെൻസീവ്ലി പിന്നെ ട്രാക്ക് ബാക്കിങ് കാര്യങ്ങളും കൂടുതൽ നടത്താനായിട്ട് അങ്ങനെ ഒരു ചേഞ്ച് കാർലോ അൻചെലോട്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. അങ്ങനെ സെക്കൻഡ് ഹാഫിൻ്റെയും തുടക്കത്തിൽ ഒരു കിടിലൻ മൂവ് നമുക്ക് റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതിൽ സത്യം പറഞ്ഞാൽ ഈ റയൽ മാഡ്രിഡ് പ്ലെയേഴ്സിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം ഈ ഒരു മൂവിൽ. അതായത് എന്താ സംഭവം, നാച്ചോ സാനയുടെ അടുത്തുനിന്ന് ബോൾ വിൻ ചെയ്യുന്നു. ഇത് പിന്നെ സാന അത്തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ഫുട്ബോളാണെന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പൊസഷൻ ടേൺ ഓവറുകൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്, കാരണം അത്തരത്തിലൊരു ഡയറക്റ്റ് അപ്രോച്ചാണ് ഇവർ നടത്തുക. ഇനി വേറൊരു ചേഞ്ച് കൂടി ഈ പിന്നെ സെക്കൻഡ് ഹാഫിൽ തോമസ് തുഖേൽ നടത്തിയത് ടാക്ടിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാനയാണെങ്കിലും മുസിയാല ആണെങ്കിലും നല്ലോണം വൈഡായിട്ട് കളിക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ അത്ര വൈഡായിട്ടല്ല അവർ കളിക്കുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഹാഫ് സ്പേസുകളിലാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അതായത് സാനെ ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ കളിക്കുമ്പോൾ മുസിയാല റൈറ്റ് ഹാഫ് സ്പേസിലാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അത്ര വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല കിമ്മിച്ചും ആണെങ്കിലും മൊസറാവി ആണെങ്കിലും അവരും ഒരുപാട് അറ്റാക്കിംഗ് മൂവ്മെൻറ്റ്സുകൾ നടത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പരിപാടികൾ നടത്തുന്നുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ. അപ്പോൾ എന്താണ്, റയലിനെ സംബന്ധിച്ചോളം കുറേ കൂടി ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആ ഒരു ഗോൾ അവർ അടിച്ചതിന് ശേഷം കാര്യങ്ങൾ എളുപ്പമായി. കാരണം വെച്ചാൽ വളരെ നേരോ ആയിട്ടായിരുന്നു ഈ പിന്നെ ബയണിൻ്റെ അറ്റാക്ക് ഉണ്ടായിരുന്നത്. അതായത് സെൻട്രൽ ഏരിയയിലൂടെ ആയിരുന്നു അവരുടെ അറ്റാക്ക് ഉണ്ടായിരുന്നത്. അതായത് ഇവർ രണ്ടുപേരും ഹാഫ് സ്പേസിലൂടെ ബോക്സിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയ ഡിഫെൻഡ് ചെയ്യാൻ കുറേ കൂടി എളുപ്പമായിരുന്നു റയലിനെ സംബന്ധിച്ചിടത്തോളം. സിറ്റിക്കെതിരെയൊക്കെ ഒരുപാട് തവണ അവർ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ വിഡ്ത്ത് കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ ഈ രണ്ട് മുസിയാലയോടും സാനയോടും ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാണ്. അപ്പോൾ അത് ശരിക്കും ഈ ഫുൾ ബാക്കുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു. അതിലൂടെ ഈ ഫുൾ ബാക്കിൻ്റെയും ഡിഫൻസിൻ്റെയും ഇടയിൽ ഗ്യാപ്പുകൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു ബയണിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്ക് ടു ആ ഒരു ചാൻസ് റയൽ ക്രിയേറ്റ് ചെയ്തത് ടോണി ക്രോസിൻ്റെ ഒരു അറ്റംപ്റ്റ് നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞല്ലോ ഈ റയൽ പ്ലെയേഴ്സിൻ്റെ ആ ഒരു കെമിസ്ട്രി, അവരുടെ വേവ് ലെങ്ത്ത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിൽ നാച്ചോ ബോൾ വിൻ ചെയ്യുന്നു സാനയുടെ അടുത്തുനിന്ന്. എന്നതിന് ശേഷം ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ നിൽക്കുന്ന വിനി ജൂനിയറിനെ പിക്ക് ചെയ്യാണ് നാച്ചോ. വിനി ജൂനിയർ ആ ബോളുമായിട്ട് ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹം ആ ഒരു ഞാൻ പറഞ്ഞു 9 ആയിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ സെൻട്രൽ ഏരിയയിൽ റൺ ചെയ്യുമ്പോൾ 4-5 ബയൺ മ്യൂണിക്കിൻ്റെ താരങ്ങൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുണ്ട്. പക്ഷേ അവിടെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് ഈ വിനി ജൂനിയർ വെയിറ്റ് ചെയ്യാണ്, സപ്പോർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ ഹോൾഡ് പ്ലേക്ക് മികച്ചാണെന്നുള്ള കാര്യം ഓർക്കേണ്ടത്. ഇവിടെയും കിം മിൻ ജെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ വിനി ജൂനിയറിനെ പിന്നെ അദ്ദേഹം ട്രാക്ക് ചെയ്യാണ്. അവിടെ അതിൻ്റെ ആവശ്യമില്ല കിമ്മിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ അവിടെ ബോൾ വിൻ ചെയ്യണം. അവിടെ ഈ വിനി ജൂനിയർ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുമ്പോഴും കിം മിൻ ജെ ആ ഒരു RCB റോളിൽ നിന്ന് അദ്ദേഹത്തിലേക്ക് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് വരുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജൂഡ് ബെല്ലിംഗാം ഒരു റണ്ണ് നടത്തുന്നുണ്ട്, അത് വിനി ജൂനിയർ കാണുന്നുണ്ട്. അപ്പോൾ ജൂഡ് ബെല്ലിംഗാമിന് പാസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് പാസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ വിനി ജൂനിയർ. എന്നതിന് ശേഷം അദ്ദേഹം ഒരു ടേൺ എടുക്കുന്നു. അവിടെ ഈ കിം മിൻ ജെ വീണ്ടും കബളിപ്പിക്കപ്പെടുകയാണ്. ഫസ്റ്റ് ഹാഫിൽ കണ്ടിട്ടുള്ള സംഭവമാണ്, അവിടെ വീണ്ടും ഇത് സംഭവിക്കുന്നു. അതായത് ഫസ്റ്റ് ഹാഫിൽ നിന്നും കിം മിൻ ജെ പഠിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം. അങ്ങനെ ജൂഡ് ബെല്ലിംഗാമിനെ പിക്ക് ചെയ്യുകയാണ്. ജൂഡ് ബെല്ലിംഗാമും അവിടെ വൺസ് അഗൈൻ ഇൻ്റലിജൻസ് കാഴ്ചവെക്കുകയാണ്. അദ്ദേഹം ആ ഒരു പിന്നെ സപ്പോർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നത്. അവിടെ വിനി ജൂനിയർ അപ്പോഴേക്കും ആ പാസ് കൊടുത്ത സാഹചര്യത്തിൽ വീണ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ടോണി ക്രോസ് ലെഫ്റ്റ് സൈഡിലൂടെ ബോക്സിലേക്ക് റണ്ണ് നടന്നുണ്ട്. അത് കൃത്യമായിട്ടും ജൂഡ് ബെല്ലിംഗാം കാണുകയാണ്. അപ്പോൾ കൃത്യമായിട്ടും ആ ഒരു ടോണി ക്രോസിൻ്റെ വരവിനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ആ ഒരു വെയിറ്റേജ് ഓഫ് ദ പാസിൽ കൊടുക്കുന്നു ടോണി ക്രോസ്. എന്നിട്ട് ഒരു കേളർ അറ്റംപ്റ്റ് നടത്തുന്നത് മാനുവൽ നോയർ മനോഹരമായിട്ട് സേവ് ചെയ്യുന്ന സാഹചര്യം കണ്ടു. അതായിരുന്നു റയലിൻ്റെ സെക്കൻഡ് ഹാഫിലെ ആദ്യത്തെ ആ ഒരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ആ ഒരു മൊമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് ബയണിൻ്റെ ആ ഒരു റിയാക്ഷനാണ്. കൃത്യമായിട്ടും അവിടെ ലെറോയ് സാനെ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അവിടെ കാഴ്ചവെക്കുന്ന ഒരു സാധനം കാണാം. അപ്പോൾ ലെറോയ് സാനയുടെ ഗോൾ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ 53-ാമത്തെ മിനിറ്റിലാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ
ലെയ്മർ മനോഹരമായിട്ടാണ് ഈ മത്സരത്തിലുടനീളം അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. ലെയ്മറിൻ്റെ ബയണിൻ്റെ കുപ്പായത്തിലെ ഏറ്റവും മികച്ചൊരു മത്സരമാണ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് ക്രിറ്റിസിസം നേരിട്ടുള്ള ഒരു പ്ലെയറാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൈ എനർജി, ഹൈ വോൾട്ടേജ് പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഓട്ടം നിർത്തിയിട്ടില്ല മത്സരത്തിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഭീകരമായിട്ടുള്ള എന്തൂസിയാസത്തോട് കൂടിയിട്ട്, എനർജിയോട് കൂടിയിട്ടാണ് ലെയ്മർ കളിക്കുന്നുണ്ടായിരുന്നത്. പാസ് പിക്ക് ചെയ്യുന്ന രീതിയും മികച്ചായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. ആ മിഡ്ഫീൽഡിൽ സ്റ്റാൻഡ് ഔട്ട് ആയിട്ടാണ് ലെയ്മർ കളിച്ചിട്ടുണ്ടായിരുന്നത് ബയണിനെ സംബന്ധിച്ചോളം. അപ്പോൾ അദ്ദേഹം പിന്നെ റൈറ്റ് സൈഡിലേക്ക് സ്വിച്ച് നടത്തുന്ന ഒരു സാഹചര്യം കാണും. നല്ലൊരു പാസ് പിക്ക് ചെയ്യുന്നു. സാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ്നെസ്സാണ് നമ്മളിവിടെ കാണുന്നത്. റൈറ്റ് സൈഡിൽ ആ ഒരു ടച്ച് ലൈൻ്റെ അടുത്ത് ബോൾ റിസീവ് ചെയ്യുന്നു, ബോക്സിലേക്ക് ലക്ഷ്യം വെച്ചിട്ട് നീങ്ങുകയാണ്. അവിടെ മെൻഡിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തെ പിടിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം കട്ടിങ് സൈഡ് ചെയ്തതിന് ശേഷം ഒരു വല്ലാത്തൊരു ഷോട്ട് അങ്ങോട്ട് അൺലീഷ് ചെയ്യാണ്. അവിടെ ലുനിൻ്റെ നിയർ പോസ്റ്റിലൂടെയാണ് ആ ബോൾ പോകുന്നത്. ലുനിന് വേണമെങ്കിൽ നമുക്കവിടെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കാം. പക്ഷേ ആ ബോൾ അത്രയും ഫിയേഴ്സായിട്ടാണ് അടിച്ചിട്ടുള്ളത് ലെറോയ് സാനെ. അത്രയും പവർഫുള്ളായിട്ടാണ് ചങ്ങായി അടിച്ചിട്ടുള്ളത്. ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ബും എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊണ്ട് അടിച്ച് കയറ്റിയായിരുന്നു. അവിടെ റിയാക്ഷൻ ടൈം വളരെ കുറവായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ ലുനിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനത് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. മത്സരത്തിലേക്ക് ബാൻഡിലേക്ക് തിരിച്ചു വരുന്നു. വല്ലാത്ത നോയ്സ് അലയൻസ് അരീനയിൽ പൊട്ടിപ്പുറപ്പെട്ട് വരുന്നു. ഓൾറെഡി മികച്ച നോയ്സ് ഉണ്ട്, പക്ഷേ ആ ഗോൾ ഉണ്ടാക്കുന്ന നോയ്സ് വേറെ ലെവലായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാലോ. ലെറോയ് സാനയെ സംബന്ധിച്ചിടത്തോളം 6 മാസങ്ങൾക്ക് ശേഷം ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്. ഒക്ടോബർ 2023 അവസാനം ചങ്ങായി ഒരു ഗോൾ അടിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോൾ വരൾച്ച അവസാനിച്ചിരിക്കുന്നത് റയൽ മാഡ്രിഡിനെതിരെ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലാണ്. ഈ ഗോള് വളരെ അത്യാവശ്യമായിരുന്നു ലെറോയ് സാനെ സംബന്ധിച്ചോളം അടിക്കുക എന്ന് പറഞ്ഞാൽ. അതും ഇത്തരത്തിലൊരു ഹൈ പ്രൊഫൈൽ മത്സരത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേജിൽ അടിക്കാൻ സാധിച്ച അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഭീകരമായിട്ട് അദ്ദേഹത്തിൻ്റെ മൊറാല് ബൂസ്റ്റ് ചെയ്യാൻ പോകുന്ന തരത്തിലുള്ള സംഭവമായിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ലെറോയ് സാനെ മത്സരത്തിലേക്ക് ബായൺ മ്യൂണിക്കിനെ തിരിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ നിന്ന് അധികം സമയം കഴിയാതെ തന്നെ മുസിയാലയിലൂടെ ബായൺ മ്യൂണിക്ക് പെനാൽറ്റി വിൻ ചെയ്യാണ്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തോമസ് മുള്ളറിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ കിം മിൻ ജെ ആ ഒരു ഡിഫൻസിൽ നിന്ന് നല്ലൊരു ബോൾ, ലൈൻ ബ്രേക്കിംഗ് പാസ് അവിടെ മിഡ്ഫീൽഡിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് കയറി നിൽക്കുന്ന റയലിൻ്റെ ഏരിയയിലേക്ക് കയറി നിൽക്കുന്ന റൈറ്റ് ഹാഫ് സ്പേസിൽ നിൽക്കുന്ന മുള്ളറിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ മുള്ളറിൻ്റെ അവിടുത്തെ ഫസ്റ്റ് ടച്ച് ബ്രില്യൻ്റാണ്. ടോണി ക്രോസിന് അദ്ദേഹം അവിടെ ബീറ്റ് ചെയ്യുകയാണ്. എന്നതിന് ശേഷം അദ്ദേഹം റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് ഇങ്ങനെ കട്ടിങ് സൈഡ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നതിന് ഇടയിൽ അദ്ദേഹം മുസിയാല തൻ്റെ ലെഫ്റ്റിലൂടെ റൺ ചെയ്യുന്ന മുസിയാലയെ പിക്ക് ചെയ്യുകയാണ്. മുസിയാലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബോക്സിലേക്ക് ഡ്രിബിൾ ചെയ്ത് പോവുകയാണ്. അവിടെ മുസിയാലയുടെ ക്വിക്ക് ഫീറ്റ് വാസ്കസിനെ കബളിപ്പിക്കുകയാണ്. വാസ്കസ് അവിടെ മുസിയാലയെ ഫൗൾ ചെയ്യുകയാണ്. അവിടെ ഫെഡെ വാൽവെർദെ അദ്ദേഹത്തിന് കവറായിട്ട് വരുന്നുണ്ട്. അവിടെ വാസ്കസിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു ടാക്കിൾ അവിടെ നടത്തേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ അത്തരത്തിലുള്ളൊരു ഡിസിഷൻ എടുക്കുന്നു. കാരണം അദ്ദേഹം ഒരു നാച്ചുറൽ ഫുൾ ബാക്കൊന്നും അല്ല എന്നുള്ളത് നമുക്കറിയുന്നതാണ്. നാച്ചുറൽ ഫുൾ ബാക്കുകളും നാച്ചുറൽ ഡിഫൻഡർമാർ ഇപ്പോൾ കിം മിൻ ജെ അത്തരത്തിലുള്ള മോശം ഡിസിഷൻസ് ഈ മത്സരത്തിൽ തന്നെ എടുക്കുന്ന നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെ വാസ്കസ് അവിടെ ഒരു ഫൗൾ കമ്മിറ്റ് ചെയ്യുന്നു, മുസിയാലയെ ബോക്സിൽ വീഴ്ത്തുന്നു. ക്ലിയർ പെനാൽറ്റിയാണ്, ഒരു സംശയമില്ലാത്തൊരു സംഭവമാണ്. ആ പെനാൽറ്റി എടുക്കുന്നത് ഹാരി കെയ്നാണ്. അപ്പോൾ ഹാരി കെയ്ൻ ആ പെനാൽറ്റി എടുക്കുന്ന സാഹചര്യത്തിൽ ലുനിൻ്റെ അടുത്തേക്ക് പോയിട്ട് റുഡിഗർ എന്തൊക്കെയോ മന്ത്രി ചോദിക്കുന്നുണ്ട്, എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗാം ട്രാഷ് ടോക്കിനായിട്ട് ഹാരി കെയ്ൻ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഹാരി കെയ്ൻ വളരെയധികം കോൺസെൻട്രേഷനോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. കാരണം ഈ സീസണിൽ ഗോളുകൾ അടിച്ചു കൂട്ടിയതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. മാത്രമല്ല ഒരുപാട് സീസണുകളിലായിട്ട് ഗോളുകൾ അടിച്ചു കൂട്ടിയതിൻ്റെ എക്സ്പീരിയൻസുള്ള ഒരു ചങ്ങയാണ് ഹാരി കെയ്ൻ എന്നുള്ള കാര്യം ഓർക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ വളരെ പ്രഷറായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ബോൾ അദ്ദേഹം നിലത്തേക്ക് വെക്കുന്നു. എന്നതിന് ശേഷം അദ്ദേഹം ഒരു ചെറിയൊരു പോസ് ആ ഒരു ഗോൾ അടിക്കുന്നതിന് മുമ്പ് എടുത്തിട്ടുണ്ട്. അത് മതിയായിരുന്നു ലുനിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു സൈഡിലേക്ക് ചാടാനും ഹാരി കെയ്ൻ ആ ബോൾ ഇപ്പുറത്തേക്ക് അടിച്ച് ഗോളാക്കി മാറ്റാനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്പോഷറോട് കൂടിയിട്ടുള്ള പെനാൽറ്റി എടുത്തിരിക്കുകയാണ്. ഹാരി കെയ്ൻ തൻ്റെ ചാമ്പ്യൻസ് ലീഗിലെ ഈ സീസണിൽ 8ാമത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ്. കിലിയൻ എംബാപ്പയും 8 ഗോളുകൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഗോൾഡൻ ബൂട്ട് റേസിൽ അവർ രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണ് നിലവിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ ബായൺ മ്യൂണിക്ക് അലയൻസ് അരീനയിൽ റയൽ മാഡ്രിഡിനെതിരെ ഒരു ഗോളിന് പുറകിൽ നിന്നതിന് ശേഷം 2 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് കംബാക്ക് നടത്തിയിരിക്കുകയാണ്. 2-1 എന്നുള്ള രീതിയിലേക്ക് മത്സരം മാറ്റിമറിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, സെക്കൻഡ് ഹാഫ് തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ തന്നെ ബായൺ മ്യൂണിക്ക് കംബാക്ക് നടത്തുന്നു. ഈ മുസിയാല സെൻസേഷണൽ ഫുട്ബോളറാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എജാതി പൊട്ടൻഷ്യലാണ് ഈ ചങ്ങായിക്കൊക്കെ. അതായത് എജാതി ഒക്കേഷനാണ്. അങ്ങനെയുള്ളൊരു ഒക്കേഷനിൽ റയൽ മാഡ്രിഡിനെതിരെ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ എജാതി ബ്രേവറിയാണ് കാഴ്ചവെക്കുന്നത് ഓൺ ദ ബോൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അതായത് ബോൾ റിസീവ് ചെയ്യുന്നു, എന്നിട്ട് ടേൺ ചെയ്യുന്നു, എന്നിട്ട് ഡ്രിബിൾ ചെയ്യുന്നു, ടേക്ക് ഓണുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഭയങ്കര രസമായിട്ട് ഇങ്ങനെ കളിക്കുകയാണ്.
അപ്പോൾ ആ റയൽ മാഡ്രിഡ് പ്ലെയേഴ്സിനെ ശരിക്കും ബുദ്ധിമുട്ടിക്കാൻ മുസിയാലയ്ക്ക് സാധിച്ചിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ആ ഒരു സെക്കൻഡ് ഹാഫിൽ ആ ഒരു ലെഫ്റ്റ് വിങ്ങിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തതിന് ശേഷം ശരിക്കും വാസ്കസൊക്കെ ഇടങ്ങേറാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ കണ്ടിട്ടായിരുന്നത്. ശരിക്കും ഡബിളപ്പൊക്കെ ചെയ്യുന്നതായിരുന്നു പല സാഹചര്യങ്ങളിലും അദ്ദേഹത്തെ തടയാനായിട്ട് റയൽ മാഡ്രിഡ്. പക്ഷേ എന്നിട്ടും അദ്ദേഹം ഒരു വേ കണ്ടെത്തുന്നുണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒടുക്കത്തെ ഡ്രിബിളിങ് എബിലിറ്റിയുള്ള ഒരു ഫുട്ബോളറാണ് മുസിയാല. ഓർക്കേണ്ടത് കോബ്ഹാമിൽ നിന്ന് ഞങ്ങൾ വിട്ടുകളഞ്ഞ മറ്റൊരു ടാലൻ്റാണ്. എന്താ പറയുക, അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പോൾ മുസിയാലയുടെയും സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫുട്ബോളറാണ്. ഈ ബയറിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ലെഗിൽ ബെർണബേയിൽ അവർക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നേടണമെങ്കിൽ, ഫൈനലിലേക്ക് പോകണമെങ്കിൽ, വെംബ്ലിയിലേക്ക് യാത്ര തിരിക്കണമെങ്കിൽ അവർക്ക് സാനയുടെ അടുത്തുനിന്നും മുസിയാലയുടെ അടുത്തുനിന്നും ഈവൻ ഇപ്പോൾ ഗ്നാബ്രി കളിക്കുകയാണെങ്കിൽ ഗ്നാബ്രിയുടെ അടുത്തുനിന്നും ഒക്കെ മികച്ച രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടേണ്ടി വരും. അപ്പോൾ ഈ മത്സരത്തിൽ മികച്ച രീതിയിലുള്ള പ്രകടനം അവരുടെ ഭാഗത്ത് നിന്ന് കണ്ടു. പക്ഷേ അതിലും മികച്ച രീതിയിലുള്ള ഔട്ട്പുട്ട് വേണ്ടി വരും. അപ്പോൾ ഇവർ എഫേർട്ട് കൊടുക്കുന്ന കാര്യം സംശയമൊന്നുമില്ല. ആ ഒരു സെക്കൻഡ് ഹാഫിൽ ഇവർ സെറ്റപ്പ് ചെയ്തിട്ടുള്ള രീതിയിൽ ബെർണബേയിൽ തുടക്കം മുതൽ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് റയൽ മാഡ്രിഡിന് പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുസിയാലയുടെ കളി ഉണ്ടല്ലോ, നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അത്ര രസമായിട്ടാണ് ചങ്ങായി ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. ഭയങ്കര രസമാണ്. പിന്നെ നമ്മൾ ബയറിനെ സംബന്ധിച്ചിടത്തോളം അവർ 1-2 ഓപ്പർച്യൂണിറ്റീസ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുസ്രായി ആ ഒരു ലെഫ്റ്റ് സൈഡിലൂടെ ഹാരി കെയിനെ ബോക്സിൽ പിക്ക് ചെയ്യുന്നു. ഹാരി കെയിൻ്റെ അറ്റംപ്റ്റ് അത് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. പിന്നെ കോർണറിൽ നിന്ന് 2 ഓപ്പർച്യൂണിറ്റീസ് എറിക് ഡയറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫ്രീ ഹെഡർ ആയിരുന്നു, അതിന് ഫ്രീ ഹെഡർ അത് അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല. അതേപോലെ തന്നെ മറ്റൊരു ഹെഡറും ഡയർ തന്നെ വിൻ ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ ഈ സെറ്റ് പീസുകളിൽ നിന്ന് ഒരു വൾണറബിലിറ്റി റയൽ മാഡ്രിഡ് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇതിനിടയിൽ 65-ാമത്തെ മിനിറ്റിൽ നാച്ചോയെ പിൻവലിക്കുന്നു. കമവിംഗ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. കമവിംഗയുടെ ഫ്രഷ് ലെഗ്സ് ആവശ്യമായി എന്ന് കാർലോ അൻചെലോട്ടിക്ക് തോന്നുന്നു. അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ചെമിനി ഡിഫൻസിലേക്ക് ഇറങ്ങുന്നു. കമവിംഗ മിഡ്ഫീൽഡിൽ കളിക്കുന്ന ഒരു സാഹചര്യം. 75-ാമത്തെ മിനിറ്റിൽ ബ്രഹീമിനെയും ലുക്കിറ്റെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ടോണി ക്രോസും ജൂഡ് ബെല്ലിംഗാമും പിൻവലിക്കപ്പെടുകയാണ്. ജൂഡ് ബെല്ലിംഗാമിന് മത്സരത്തിൽ വിചാരിച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. അദ്ദേഹത്തിന് സ്പേസോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടായിരുന്നില്ല ബയൺ മ്യൂണിക്ക് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജൂഡ് ബെല്ലിംഗാം സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു മത്സരമായിരുന്നു ഇത് എന്നുള്ളത് നമ്മളെടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണ്. അദ്ദേഹത്തെ പിൻവലിക്കുന്നു. അദ്ദേഹത്തിന് എന്തോ ഇഞ്ചുറി ഉണ്ട് എന്നുള്ളത് എന്തോ ഒന്ന് പറഞ്ഞു മത്സരത്തിന് ശേഷം എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക. എന്തായാലും അങ്ങനെ ബ്രഹീമും ലുക്കിറ്റയും വരുന്നു. ലുക്കിറ്റ വന്നോടനെ തന്നെ ഒരു പാസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്നു, വൺസ് അഗൈൻ കിമ്മിൻ്റെ പൊസിഷൻ അവിടെ പ്രശ്നമാണ്. വിനി ജൂനിയർക്കാണ് ആ പാസ് കൊടുക്കുന്നത്. ആ ഒരു ലോഫ്റ്റഡ് ബോൾ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു സാധനമുണ്ട്. വാട്ട് എ ബോൾ, വാട്ട് എ പ്ലെയർ. അതായത് ഇത് ഈ റയൽ മാഡ്രിഡ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര ജീനിയസുകളാണ് ഇങ്ങനെ കളിക്കുന്നത് എന്നുള്ളതാണ്. എത്ര വയസ്സുണ്ട് ചങ്ങായിക്ക്? 38 വയസ്സോ. ഒരു 34-കാരൻ മാജിക് കാണിച്ചു കഴിഞ്ഞു. എന്നിട്ട് 38-കാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ആ ചങ്ങായി വന്ന ഉടനെ തന്നെ ഇത്തരത്തിലുള്ളൊരു പാസ്സാണ് കൊടുക്കുന്നത്. അത് വിനി ജൂനിയർ അതിലേക്ക് എത്തുന്നു. കിമ്മിൻ ജെ അദ്ദേഹത്തിനത് പിന്നെ കാണാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ബോക്സിലേക്ക് എത്തിയതിനു ശേഷം വിനിയുടെ അറ്റംപ്റ്റ് അവിടെ നോയർ സേവ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു റയലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പിന്നെ 80-ാമത്തെ മിനിറ്റിൽ ഗ്നാബ്രിയെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു തോമസ് തുക്കേൽ. മത്സരത്തിന് മുമ്പ് ഗ്നാബ്രി വരും ഗോളടിക്കുന്നുള്ള കാര്യമൊക്കെ തോമസ് തുക്കേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 80-ാമത്തിൽ പിന്നെ മുള്ളറിനെ പിൻവലിച്ചിട്ടാണ് ഗ്നാബ്രി വരുന്നത്. പക്ഷേ അദ്ദേഹം വന്ന് 2 മിനിറ്റിനുള്ളിൽ റയൽ മാഡ്രിഡ് പെനാൽറ്റി വിൻ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ അതിൽ ഗ്നാബ്രിക്ക് കാര്യമായിട്ടൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. പകരം അവിടെ വൺസ് അഗൈൻ കിം മിൻ ജെയുടെ മിസ്റ്റേക്കാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷനിൽ നിന്ന് ഗോൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഈ റയൽ മാഡ്രിഡിൻ്റെ കഴിവ് നമ്മൾ വീണ്ടും അവിടെ കാണുകയാണ്. അപ്പോൾ അതിൽ ചെമേനിയുടെ ആ ഒരു ഡയഗണലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ആ ഒരു ഡിഫൻസിൽ നിന്ന് ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലുള്ള വിനി ജൂനിയർക്ക് കൊടുത്തുള്ള ഡയഗണൽ പാസ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ് ആണ്. പിൻ പോയിൻ്റ് ആക്യുറസിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. എന്നതിന് ശേഷം വിനി ജൂനിയർ കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് ലെഫ്റ്റിൽ നിന്ന് കട്ട് ഇൻസൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ റോഡ്രിഗോ ബോക്സിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ വിനിയുടെ അടുത്ത് ബോൾ ബോക്സിൻ്റെ പുറത്തുനിന്ന് വിൻ ചെയ്യാൻ ബയൺ മ്യൂണിക്കിന് സാധിക്കുന്നില്ല. അങ്ങനെ ബോക്സിലേക്ക് വിനി ജൂനിയർ ബോളുമായിട്ട് കടക്കുന്നതിന് ശേഷം റോഡ്രിഗോക്ക് പാസ് കൊടുക്കുകയാണ്. റോഡ്രിഗോക്ക് പാസ് കൊടുത്തുള്ള ആ ഒരു സാഹചര്യത്തിൽ എന്തിന് കിം മിൻ ജെ അങ്ങനെ അവിടെ കമ്മിറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ്. അവിടെ ലാക്ക് ഓഫ് കോൺഫിഡൻസും അവിടെ ആ ബോൾ പെട്ടെന്ന് വിൻ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹമാണ്. അതിൻ്റെ ആവശ്യമില്ല. അതിനെക്കുറിച്ചാണ് തോമസ് തുഖൽ പറഞ്ഞത് ഗ്രീഡി ആയി എന്നുള്ളത്. അവിടെ ശരിയാണ്, അദ്ദേഹം ഗ്രീഡി ആയിപ്പോയി. അത് പബ്ലിക്കായിട്ട് തോമസ് തുഖൽ സംസാരിക്കണോ വേണ്ടോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷേ എന്തായാലും അവിടെ
അദ്ദേഹം ആ ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമം നടത്തി. അവിടെ എറിക് ഡയറിൻ്റെ കവറുണ്ട് അവിടെ എന്നുള്ളതാണ്. അവിടെ റോഡ്രിഗോക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ല. അവിടെ എറിക് ഡയർ കൃത്യമായിട്ട് ഒരു കവറിൽ നിൽക്കുന്നുണ്ട്. അവിടെ ഇനിയിപ്പോൾ കിം മിൻ ജെയെ മറികടന്ന് റോഡ്രിഗോ പോയി കഴിഞ്ഞാലും അവിടെ ഡിഫെൻഡ് ചെയ്യാൻ പാകത്തിൽ നിൽക്കുന്നുണ്ട് എറിക് ഡയർ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആംസ് എറൗണ്ടായിട്ട് വളരെ ക്ലംസി ആയിട്ടുള്ളൊരു ചാലഞ്ച് നടന്നു. റോഡ്രിഗോ അവിടെ വീഴ്ത്തുന്നു, പെനാൽറ്റി കൺസീഡ് ചെയ്യുന്നു. 82ാമത്തെ മിനിറ്റിൽ പെനാൽറ്റി എടുക്കുന്നത് വിനി ജൂനിയറാണ്. 7ാം നമ്പറിൽ വിനി ജൂനിയറാണ് നോയറിനെതിരെയാണ് പെനാൽറ്റി എടുക്കുന്നത്. അവിടെ വിനി ജൂനിയർ അസാധ്യ കമ്പോസർ കാഴ്ചവെക്കുകയാണ്. നോയർ ഒരു ദിശയിലേക്ക് ചാടുന്നു, വിനി ജൂനിയർ മനോഹരമായിട്ട് അത് ഗോളാക്കി മാറ്റുന്നു. അങ്ങനെ മറ്റൊരു 7ാം നമ്പറുകാരൻ മാനുവൽ നോയറിനെ ബയൺ മ്യൂണിക്കിനെ അലയൻസ് അറീനയിൽ വീണ്ടും ഹേർട്ട് ചെയ്യുന്നൊരു ചിത്രമാണ് നമ്മൾ കണ്ടത്. ഇതിനു മുമ്പ് ഈ കഥ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള സീന് നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ്. റയൽ മാഡ്രിഡിൻ്റെ 7ാം നമ്പർ കുപ്പായക്കാരൻ അന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. അപ്പോൾ മറ്റൊരു 7ാം നമ്പറുകാരൻ വീണ്ടും അലയൻസ് അറീനയിൽ ബയൺ മ്യൂണിക്കിനെ ഹേർട്ട് ചെയ്യുന്നൊരു സാഹചര്യം നമ്മൾ കാണുകയാണ്. അപ്പോൾ അങ്ങനെ വിനി ജൂനിയറിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സീസണിൽ കൂടി മറ്റൊരു ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ കൂടി അദ്ദേഹം ഗോളടിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ തുടർച്ചയായി 3ാമത്തെ സീസണാണ് അദ്ദേഹം ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ ഗോളടിക്കുന്നത്. പ്രത്യേകതയുണ്ട്. അത് എളുപ്പമുള്ളൊരു സംഭവമല്ല. മാത്രമല്ല 2021-22 സീസണിന് ശേഷം ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ അത് വിനി ജൂനിയറാണ്. 31 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. 15 ഗോളുകളും 16 അസിസ്റ്റുകളും. അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഈ ഒരു കാലയളവിൽ മറ്റൊരു താരവും ഗോൾ കോൺട്രിബ്യൂഷൻസ് ചാമ്പ്യൻസ് ലീഗിൽ നടത്തിയില്ല എന്നുള്ള കാര്യം ഓർക്കണം. മാത്രമല്ല ഈ നോക്കൗട്ട് മത്സരങ്ങളിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതായത് ഇപ്പോൾ ഈവൻ ഈ ഒരു പെനാൽറ്റി വിൻ ചെയ്തതിലും വിനി ജൂനിയറിന് കാര്യമായിട്ടൊരു പങ്കുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഈ സീസണിലും അദ്ദേഹം ഇപ്പോൾ എത്രയായി 32 ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തി കഴിഞ്ഞു. 21 ഗോളുകളും 11 അസിസ്റ്റുകളുമാണ് ഗോൾ കോമ്പറ്റീഷൻസ് നടത്തിയിട്ടുള്ളത്. വൺസ് അഗെയിൻ മറ്റൊരു സീസണിൽ കൂടി 20+ ഗോളുകൾ അദ്ദേഹം അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സീസണിൽ അദ്ദേഹം ആ ഒരു ഫോൾസ് 9 റോൾ കളിക്കുന്ന നമ്മൾ കാണാണ്. പക്ഷേ എവിടെ കളിക്കുമ്പോഴും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ്. മത്സരത്തിൽ ഗെയിമിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ്. റയൽ മാഡ്രിഡിൻ്റെ കുപ്പായത്തിന് വേണ്ടി കളിക്കുകയാണ്. എല്ലാം കൊടുക്കുകയാണ്. ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ തൻ്റെ ടീംമേറ്റ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അത്തരത്തിൽ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. പെനാൽറ്റികൾ എടുക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു അതോറിറ്റി കാഴ്ചവെക്കുന്നു. എളുപ്പമല്ല അത്. 7ാം നമ്പർ ജേഴ്സി കൂടിയാണ് അദ്ദേഹം ധരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ്. അതിൻ്റെ കൂടി ഒരു വെയിറ്റ് കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ വിനി ജൂനിയർ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റിൽ കൂടി ഡെലിവർ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ എന്താണ് ഗ്നാബ്രിയുടെ ഒരു അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കാര്യമായിട്ടുള്ള ഇവൻസുകളൊന്നും നടന്നിട്ടില്ല. മത്സരം 2-2 എന്നുള്ള സമനിലയിൽ പിരിയുന്നു. റയൽ മാഡ്രിഡിനെ വൺസ് അഗെയിൻ നമുക്ക് ഒരു കാരണവശാലും ഒരു മത്സരത്തിലും ഒരു സിറ്റുവേഷനിലും എഴുതി തള്ളാൻ സാധിക്കില്ല എന്നത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അതായത് മത്സരത്തിന് ശേഷം തോമസ് തുഖൽ പറഞ്ഞത് ഇറ്റ് ഫീൽസ് ലൈക്ക് എ ലോസ് എന്നുള്ളതാണ്. അതായത് ഇതൊരു പരാജയം പോലെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം അവർ ജയിച്ചു എന്ന് കരുതി എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. അങ്ങനെ കരുതാൻ പാടില്ല. അപ്പുറത്തിരിക്കുന്നത് റയൽ മാഡ്രിഡാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് അവസാന വിസിൽ മുഴങ്ങുന്നത് വരെ റയൽ മാഡ്രിഡിനെ നമുക്ക് എഴുതി തള്ളാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മൾ പലതവണ സംസാരിച്ച സംഭവമാണ്. അത് വീണ്ടും വീണ്ടും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും വീണ്ടും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കോമ്പറ്റീഷനിൽ അവർ എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടെത്തും. അതാണ് റയൽ മാഡ്രിഡ്. പക്ഷേ ഇപ്പോഴും ഒരു എഡ്ജ് റയൽ മാഡ്രിഡ് സ്വാഭാവികമായിട്ടും സാന്റിയാഗോ ബെർണബേയിലാണ് തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നത്. പക്ഷേ ഇപ്പോഴും ഇതൊരു 50-50 മത്സരമായിട്ടാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. കാരണം ബയൺ മ്യൂണിക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഒന്നും നഷ്ടപ്പെടാനില്ല. തോമസ് തുഖേലിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ ഈവൻ ഉലി ഹൂനസ് വരെ അദ്ദേഹത്തെ മോശം രീതിയിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതും ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ബിഗ് മത്സരത്തിനിടയിൽ എന്തിനും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് തോമസ് തുഖേൽ ഫെയിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എനിക്കറിയില്ല എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചു എന്നുള്ളത്. അപ്പോൾ ഇത് തോമസ് തുഖേലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫ് പ്രൈഡിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം മാത്രമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബയൺ മ്യൂണിക്കിൻ്റെ പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി വേറെ ഒന്നുമില്ല ഈ സീസണിൽ എന്നുള്ളതാണ്. അപ്പോൾ അവർ അവരുടെ ഏറ്റവും ബെസ്റ്റ് സാന്റിയാഗോ ബെർണബേയിൽ കൊടുക്കാൻ ശ്രമിക്കും. ഈവൻ ബെസ്റ്റ് കൊടുത്താൽ പോലും ചിലപ്പോൾ സാന്റിയാഗോ ബെർണബേയിൽ നിന്ന് രക്ഷപ്പെട്ടു പോരില്ല എന്നുള്ള കാര്യം നമുക്കറിയുന്നതാണ്. എന്നാലും രസകരമായിട്ടുള്ളൊരു മത്സരം തന്നെയായിരിക്കും. ബയൺ മ്യൂണിക്കിനെ എഴുതി തള്ളണ്ട എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നത്. ശരിയാണ്, നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയാം റയൽ മാഡ്രിഡ് തന്നെയാണ് ഫേവറേറ്റ്സ് ആയിട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ തോമസ് തുഖേലിൻ്റെ ബയൺ മ്യൂണിക്കിനെ എഴുതി തള്ളില്ല. കാരണം തോമസ് തുഖേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് ഗെയിംസിൽ പ്രത്യേകിച്ച് നോക്കൗട്ട് മത്സരങ്ങൾ ജയിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കാൻ കഴിവുള്ള തരത്തിലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഡെലീറ്റിനെ സെക്കൻഡ് ലെഗിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഈ മത്സരത്തിൽ അദ്ദേഹത്തെ ലെറ്റ് ഡൗൺ ചെയ്തത് കിം മിൻ ജെ ആയിരുന്നു എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ
എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തോമസ് തുഖേൽ ഒരു വിന്നാണ് കോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ കോച്ച് ചെയ്തെന്ന് വിചാരിച്ചിട്ട് മത്സരത്തിൻ്റെ റിസൾട്ട് എന്തായി? 2-2 എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. അഡ്വാൻറ്റേജ് റയൽ മാഡ്രിഡിനാണ്. അതാണ് ആഫ്റ്റർ ഓൾ വാട്ട് മാറ്റേഴ്സ് ദി മോസ്റ്റ്, അല്ലേ? അപ്പോൾ എന്തായാലും ഇതാണ് റയലിൻ്റെ നെവർ ഗിവ് അപ്പ് മെൻറ്റാലിറ്റി അലയൻസ് അറീനയിൽ നമ്മൾ കണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ബെർണബ്യൂവിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു പോസിറ്റീവ് റിസൾട്ട് നേടിയെടുക്കാൻ നിലവിലത്തെ സാഹചര്യത്തിൽ സാധിക്കുന്ന ഒരു ടീം, വളരെ ചുരുക്കം ടീമുകളെ ഉണ്ടാവുള്ളൂ. അതിലൊരു ടീം എന്ന് പറഞ്ഞാൽ അത് ബയൺ മ്യൂണിക്ക് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. വളരെ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ബയൺ മ്യൂണിക്കിന് അത് ഇമ്പോസിബിൾ അല്ല എന്നുള്ള കാര്യം ഈ ഒരു അവസരത്തിൽ ഞാൻ എടുത്ത് പറയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.